അപ്പോൾ നമ്മൾ LDC, LGS പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഇതിലേക്ക് ഓഡിയോ ക്ലാസ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഈ ഒരു ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇന്നു മുതൽ ഓഡിയോ ക്ലാസ്സുകൾ കൂടി നൽകുകയാണ്. ഇന്ന് നമ്മൾ സാക്ഷര കേരളത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. 93.99% കേരളത്തിൻ്റെ സാക്ഷരത. പുരുഷ സാക്ഷരത ചോദിച്ചാൽ 96.11%. സ്ത്രീ സാക്ഷരതയാണെങ്കിൽ 92.07%. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ഇനി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതാരാണ്? അത് ചേലക്കാടൻ ആയിഷയാണ്. 1991 ഏപ്രിൽ 18 ഒന്നുകൂടി ഓർക്കുക, 1991 ഏപ്രിൽ 18 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ചാണ് ചേലക്കാടൻ ആയിഷ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇനി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയമാണ്, 1989. ഇനി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് 1990 നമ്മുടെ എറണാകുളമാണ്, എറണാകുളം. ഇനി സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഏതാണ്? അത് കേരളമാണ്, 1991 ഏപ്രിൽ 18. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ചോദിച്ചാൽ അത് കോട്ടയവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാടുമാണ്. ഇനി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. അതുപോലെ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ചോദ്യമെങ്കിൽ അത് ചെങ്ങന്നൂരാണ്, ചെങ്ങന്നൂർ. അതുപോലെ 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ. 100% സാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജാണ് ചോദ്യമെങ്കിൽ എറണാകുളം ജില്ലയിലെ പോത്താനിക്കാടാണ്. ഓക്കെ, ഇനി കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 1993 ജൂലൈ 4. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എഴുതുക, കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1993 ജൂലൈ 4. ഇനി ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം അതും കേരളം തന്നെയാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അത് 2016 ജനുവരി 13. എപ്പോഴാണ്? 2016 ജനുവരി 13 കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ സംസ്ഥാനമായി. അതുല്യം പദ്ധതിയുടെ ഭാഗമായാണ് കേരളം ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഏതാണ് പദ്ധതി? അതുല്യം പദ്ധതിയാണ്. ഇനി ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാണ്. ആദ്യ മുനിസിപ്പാലിറ്റിയാണ് ചോദ്യമെങ്കിൽ പയ്യന്നൂരാണ്. ആദ്യ ഗ്രാമപഞ്ചായത്താണെങ്കിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. ഇനി സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം. എന്താണ്? സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേര് അക്ഷര കേരളം എന്നാണ്. ഇനി ഇന്ത്യയിൽ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം ചോദിച്ചാൽ ചങ്ങനാശ്ശേരിയാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ ആദ്യ പട്ടണം ചങ്ങനാശ്ശേരി. ഇന്ത്യയിൽ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ പഞ്ചായത്താണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട്. ഇന്ത്യയിലെ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ പഞ്ചായത്ത് ചെറിയനാടാണ്, അത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരത നേടിയ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ. കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരത നേടിയ പഞ്ചായത്താണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മങ്കര. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ എന്താണ് ശാലാസിദ്ധി എന്ന് പറഞ്ഞാൽ? വനമേഖലകളിൽ നിന്നും ആദിവാസി മേഖലകളിൽ നിന്നും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ 2013 ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശാലാ സിദ്ധി എന്ന് പറയുന്നത്, ശാലാ സിദ്ധി. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം അതും കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളും എന്താണ്? ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അത് 2020 ഒക്ടോബർ 12 ഇങ്ങനെ നിലവിൽ വന്നത്. ഇതോടെ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാക്ഷരതാ മിഷനെ കൂടി ഒന്ന് ഈ ഒരു സമയത്ത് അറിഞ്ഞു വെക്കാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 1998.
കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖപത്രം ചോദിച്ചാൽ അത് അക്ഷര കൈരളിയും കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യറുമാണ്. ആരാണ്? മഞ്ജു വാര്യർ. ഇനി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ അക്ഷരലക്ഷൻ പദ്ധതിയിലൂടെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്, ബി കാർത്തിയായനി അമ്മയാണ്. 96ാമത്തെ വയസ്സിൽ 100ൽ 98 മാർക്ക് നേടിയാണ് ബി കാർത്തിയായനി അമ്മ ഇത് പാസ്സായത്. ഓക്കെ, 2019 കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായ മലയാളിയും ബി കാർത്തിയായനി അമ്മയാണ് എന്നുകൂടി ഇവിടെ ഓർത്തു വെക്കുക. കേരള സാക്ഷരതാ മിഷന്റെ ചെങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷ വനിതയാണ് മുദാദ് രേവതി. അതും കൂടി അങ്ങ് ഓർത്ത് വെച്ചേക്ക്. കേരള സാക്ഷരതാ മിഷന്റെ ചെങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷ വനിത മുദാദ് രേവതി. ഇനി കേരളവും നമ്മുടെ സാക്ഷരതയുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചെങ്ങാതി, നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. മലയാളം അറിയാത്ത അഭ്യസ്ത വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പുതിയ സംരംഭം പച്ച മലയാളം. വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് വേണ്ടിയുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് അക്ഷര സാന്ത്വനം. ഭിന്നലിംഗക്കാരുടെ തുടർ പഠനത്തിനായുള്ള കേരള സാക്ഷരതാ മിഷന്റെ പദ്ധതി സമന്വയ. അടുത്തത് നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കുക, തുടർ വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരശ്രീ. ഓക്കെ, കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അക്ഷരശ്രീ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഓർത്ത് വെച്ചേക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു ഓഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.